ആദി ചന്ദൂസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാനും ഏട്ടനും കൂടിയിട്ട് നമ്മുടെ ഇത്തവണത്തെ ആദ്യത്തെ ഓണമാണ്, നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പം അതിന്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ തൃശ്ശൂരിലോട്ടാണ് ഇത്തവണ പോണത്. സോ അപ്പം ഫാസ്ടാഗിന്റെ എന്തോ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ പോയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം ഷോപ്പിങ്ങും പർച്ചേസിംഗ് ഒക്കെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് തൃശ്ശൂര് ഇത് ഡ്രസ് പർച്ചേസിംഗ് ആയിട്ട് പോവല്ല, നമുക്ക് ഇത്തവണ ഓണത്തിന്റെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പൊ അത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തവണ തൃശ്ശൂരാണ്, പാലക്കാട് കിട്ടിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ഫസ്റ്റ് അവിടെ പോയിട്ട് സ്റ്റോറിൽ പോയിട്ട് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്തതിന് ശേഷം അത് മണ്ണൂത്തിയാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യണം. സോ ഞാൻ അങ്ങനെ ആളിനെ ഇരയാക്കിയിരിക്കുകയാണ് പാവം. അപ്പൊ എനിക്ക് അത് ഷൂട്ട് ചെയ്യാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വന്ന് തൃശ്ശൂര് പോയിട്ട് ഓണത്തിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്ന്. അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ആദ്യത്തെ ഓണമായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സോ അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ ആ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഏട്ടൻ ശബരിമലയിലൊക്കെ പോയി ഒരു 42 ദിവസം വ്രതത്തിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിന്ന് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇത്ര ഒരു ഞങ്ങളില്ലെങ്കിൽ ഒട്ടുമിക്ക ആഴ്ചയും കാണും. അപ്പം ഈ ഒരു 42 ദിവസമൊക്കെ ആയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷെ ഇപ്പൊ തന്നെ സമയം കറക്റ്റ് 1 മണിക്ക് ആ പ്രൊമോഷന്റെ ലൊക്കേഷൻ എത്തണം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഷോപ്പിങ്ങും പരിപാടികളും ഫുഡടിയും എല്ലാം അപ്പൊ കാണിക്കാം. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ആളിനെ കിട്ടിയിട്ടുണ്ട്. യോ എന്റെ ഒരു കൈ കൊണ്ടില്ലെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല. ഇതെന്താ സോ അപ്പൊ നമ്മള് 42 ദിവസമായില്ലേ നിങ്ങൾ വ്ളോഗിലൊക്കെ വന്നിട്ട്. അതെ, ശബരിമലയ്ക്കൊക്കെ പോയി വന്ന വിശേഷം ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളെ കുറെ പേര് ഇങ്ങനെ കാണാതെ വെയിറ്റ് ചെയ്യാതെ ചിലപ്പോ നമ്മള് പിരിഞ്ഞോന്നൊക്കെ വിചാരിച്ചാലോ. അല്ല, സീരിയസ്ലി അങ്ങനെയല്ല. എന്നാലും നമ്മള് കുറെ ആയില്ലേ, ഇത്ര 1 മാസത്തിന് മുകളിലായില്ലേ നമ്മൾ വീഡിയോസ് എടുത്തിട്ട്. അപ്പൊ ഇന്നത്തെ ഓണം പർച്ചേസിങ്ങും പ്രമോഷനും എല്ലാം കൂടിയിട്ടുള്ള പരിപാടിക്കല്ലേ നമ്മൾ പോകുന്നത്. ഓണക്കോടി എടുക്കണം. ഫസ്റ്റ് നമ്മളിപ്പം സ്റ്റോറിൽ പോയിട്ട് പ്രമോഷൻ എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഓണക്കോടി എടുക്കണം, ഫുഡ് കഴിക്കണം, ചുമ്മാ അങ്ങനെ കറങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. പിന്നെ തൃശ്ശൂർ റോട്ടിലും കൂടെ ആയതുകൊണ്ട് അജണ്ട എത്രത്തോളം അതെ സക്സസ് ആവുന്ന അറിയില്ല. തൃശ്ശൂർ റോഡിന്റേതായിട്ടുള്ള ഷെയ്ക്കിംഗ് ആണ് ഫുള്ള് വ്ളോഗിൽ. ഇതില് ഷെയ്ക്ക് വരുമോ അതെ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ട് കാണാം. റോഡ് ശരി. ഇന്ന് വലിയ ബ്ലോക്ക് ഇല്ല കേട്ടോ. എന്നാൽ ഞങ്ങള് ശനിയാഴ്ചയാണ് ബ്ലോക്ക് പ്രതീക്ഷിച്ചു. പക്ഷെ നമുക്ക് മണ്ണൂത്തി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അയ്യോ, മണ്ണൂത്തി ആയതുകൊണ്ട് ആണ് ചിലപ്പോ ബ്ലോക്ക് കിട്ടില്ല. ബ്ലോക്ക് അതെ, ഇവര് ശബരിമലയ്ക്കൊക്കെ പോയിട്ട് ബ്ലോക്കിൽ പെട്ടിട്ട് എത്ര അവേഴ്സ് നിന്നു നിങ്ങൾ ചാലക്കുടിയിലൊക്കെ? അതാണ് ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ. അതുകൊണ്ട് തൃശ്ശൂര് കിട്ടിയപ്പോ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനിയൊരു യെസ്, ഇന്ന് ഫുള്ള് നമ്മൾ കറങ്ങാൻ പോവാണ്. അതെ, ഞങ്ങളിന്ന് മാച്ച് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് പോണത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ഇത്തിരി എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ഡ്രസ് ഇടാനാണ് ഞാൻ പറഞ്ഞത്. ഇതിടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഈ ബ്ലൂ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബ്ലൂ എന്തൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം, ലൈറ്റ് ബ്ലൂ. അല്ല, ഞാൻ എന്റെ കണ്ണിൽ കണ്ടത് ഞാൻ എടുത്തിട്ട് വന്നു. അത് കൊറേ മാച്ചിങ് ആയിട്ട് എനിക്കൊന്നും ഓർമ്മയായി ബ്ലൂ ആണ് ഇടുന്നത്. യെസ്, അപ്പം അതൊക്കെയാണ് ഇന്നത്തെ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റോറിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത് പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോ ബാക്കി കാണിക്കാം അല്ലെ. അങ്ങനെ നമ്മളിവിടെ പ്രൊമോഷൻ എടുക്കാൻ വന്നതാണ്. പക്ഷെ വൈശോട്ടന്റെ വീട്ടിലേക്ക് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇത് മണ്ണൂത്തിയിലെ ഹോം പ്ലസ് എന്ന് പറയുന്ന ഇവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ വലിയ ഷോറൂം,
ഓണത്തിന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, കാരണം നമുക്ക് ഓരോരോ സ്ക്രിപ്റ്റ് ബേസിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, ഭയങ്കര വലിയ സ്പേസ് ആണ്. എല്ലാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസും ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ ഓഫേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് നല്ല ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല. വൈശോട്ടൻ അതുകൊണ്ട് വൈശോട്ടന്റെ വീട്ടിലേക്ക് വേണ്ട പ്രോഡക്ട്സ് ഒക്കെ തപ്പി പോയിട്ടുണ്ട്. അപ്പൊ ഓഫേഴ്സും വല്ലതും ഭയങ്കരമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അതും കൂടെ പറയാട്ടോ. ആളിനെ കാണുന്നേ ഇല്ല. പ്രമോഷന് വന്നാണ്, പക്ഷേ അതെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരുപാട് എടുത്തുട്ടോ. കാരണം ഇവിടെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്, പ്ലസ് നല്ല ഓഫേഴ്സും ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ അത്യാവശ്യം പറ്റുന്ന അത്ര എടുത്തു. കാരണം ഇനി നമുക്ക് ഇപ്പൊ തന്നെ 3 മണിയായി. ഇനി നമുക്ക് പോയിട്ട് വേറെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വേഗം ചടപടയെന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ. ഒട്ടും ടൈം എടുക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഇവിടെ. കാരണം ഇവിടെ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അത്ര ടൈമും ഷൂട്ടും ഒന്നും ചെയ്യാനായിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ സാധനങ്ങൾ മേടിക്കാൻ അത്യാവശ്യം കുറേ നേരം നിന്ന്. അതുകൊണ്ട് ഇപ്പൊ നല്ല ലേറ്റായി. ഇനിയിപ്പം കുഴിമന്തി കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റിൽ ഇവിടെ നിന്ന് ഇറങ്ങാം. നെഹദി മന്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെയും തിരക്ക്. വൈശാട്ടം വിശന്ന് കടിച്ച് കയറും. സമയം കാണിച്ചത് സമയം എത്രയെന്ന് അറിയോ ഗൈസ്? 3:57. തലതിരിഞ്ഞു. 4 മണി വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് മിഷൻ സക്സസ്ഫുൾ ആയി. കാത്തിരിപ്പിനൊടുവിൽ ഇതാണോ എന്താണ് മദ്ഫൂൺ എന്തൊക്കെയാണ് എന്തോ. മദ്ഫൂൺ ഓപ്പൺ ചെയ്ത് നോക്ക്. മദ്ഫൂൺ മന്തി, ഇത് സാദാ മന്തി. താങ്ക് യു. ഉണ്ടാവും. മതി അത് കഴിച്ചിട്ടിടാം. ഇത് അത്ര സ്പൈസി ഒന്നും അല്ല കേട്ടാ, അല്ലേ? ഓക്കെ ബൈ. ഞാൻ ഇനി കഴിക്കട്ടെ. അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി കുറെ വെയിറ്റ് ചെയ്തിട്ട് നെഹദി കുഴിമന്തി കഴിച്ചു. പക്ഷെ എനിക്ക് പാലക്കാടിന്റെ നെഹദി കുഴിമന്തിയുടെ അത്ര ഇല്ലല്ലോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പാലക്കാടിലെ നെഹദി കുഴിമന്തി ഫാനാണ്. അത് കണ്ടു. പക്ഷെ അവിടത്തെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇനിയാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്നത്. പിന്നെ അവിടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്ന അടിയായി. ഇതെന്ത് പക്ഷെ ബംഗാളി സാരിയാ. ആ ഗ്രീൻ ഒന്ന് എടുത്തരോ, പേസ്റ്റൽ ഗ്രീൻ. തടി ഇവിടെ വന്നിട്ടായിരിക്കും മിക്കവാറും. അല്ല കാരണം എനിക്ക് പറ്റണത് ആൾക്ക് പറ്റില്ല. ആള് പറ്റുന്നത് ഭയങ്കര റേറ്റ് കൂടുതലാണ്. ആൾക്കാണെങ്കിൽ റേറ്റ് ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് റേറ്റ് ഭയങ്കര പ്രശ്നമാണ്. അവസാനം ആദ്യത്തെ അടി ഇപ്പൊ ഇവിടെ നടക്കുന്ന തോന്നുന്നു. ഈശ്വര, ഈ 2 ബാക്കി നമുക്ക് താഴെ പോയി നോക്കാം. ഇങ്ങനെ പിണങ്ങിയാലോ അപ്പത്തേക്ക്? ഇല്ല, പിണങ്ങിട്ടേ ഇല്ല. ഫ്യൂച്ചറിന് നമുക്ക് ഓൺലൈൻ ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുക. ഇത് ആദ്യത്തെ ഇതല്ലേ, പർച്ചേസിങ് അല്ലേ. വരുമ്പോ ഭയങ്കര ആവേശത്തിലായിരുന്നല്ലോ. എന്ത് പറ്റിയപ്പോ? അങ്ങനെ എന്റെ യുദ്ധത്തിനൊടുവില് ഞാനൊരു സാരി സെറ്റ് ചെയ്തേ. ഇത്തവണത്തെ ചെക്ക് ഞാൻ പറയട്ടെ പോ നോക്ക്. അപ്പോഴെന്നെയായിരുന്നല്ലോ ബഡ്ജറ്റിന്റെ പറഞ്ഞപ്പോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഏട്ടന് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരണം, ഞാൻ ഏട്ടന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അതാണ് നമ്മുടെ റൂള്. അതുകൊണ്ട് ഇപ്പൊ ബഡ്ജറ്റ് കൂടുമ്പം തിരിയണ് കണ്ട. ഇതേപോലെ തന്നെയാണ് ഞാനും. ഇപ്പൊ ഞാനൊരു സാരി സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഇത്തവണത്തെ ഓണത്തിന് അതൊക്കെ ഇട്ടിട്ടായിരിക്കും വ്ളോഗ് ഉണ്ടാവുക. അപ്പൊ ഏട്ടന്റെ ഷർട്ട് തപ്പാണ്. അത് ബഡ്ജറ്റ് കാണുമ്പോൾ ആള് നൈസായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ എത്ര നേരം നിൽക്കുന്നത് നോക്കാം. അവിടെ എന്നെയായിരുന്നു പ്രാന്താക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റത്തെ ഷോപ്പിംഗ് ആയതുകൊണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്ന ഒരവസ്ഥ. ഇനി അടുത്തത് അങ്ങനെ ഇപ്പം അങ്ങനെ എൻ്റെ പരിപാടി അതിശക്തമായി തീർന്നിട്ട് ഇപ്പം വൈശേട്ടന്റെ സെലക്ഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഷർട്ട് കൊണ്ടുപോയിട്ടുണ്ട്? ഡ്രസ്സിംഗ് റൂമിൽ 4 ഷർട്ട്. ഞാനൊന്നും ഇങ്ങനെ മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റ സാരി എടുത്തു.
ശരിയാ. അപ്പൊ ഇപ്പം വൈശ്വാട്ടന്റെ സെലക്ഷൻ പരിപാടിയാണ് ഇത്തവണ. എനിക്ക് തോന്നുന്നു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചടങ്ങുണ്ടെന്ന് തോന്നുന്നു അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ പരിപാടി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തന്നെ ഇഷ്ടത്തിന് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പം അമ്മമാര് ഞങ്ങളെ ഏൽപ്പിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞിട്ട്. ഇത് മതി, ഇത് മുണ്ടില് സെറ്റ് ആയിരിക്കും. തന്തവായി ബാക്കി ബാ പോവാ. ഫസ്റ്റ് ഫ്ലോറിൽ പോവാൻ പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് എന്റെ ആദ്യം സെലക്ട് ചെയ്ത സാരി തന്നെ വീണ്ടും വന്നിട്ട് എടുത്തു. വൈശ്വാട്ടൻ അത് എന്റെ സെലക്ഷൻ മാറ്റിയതാണ്. അതെ, വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സാരി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓണത്തിന് ഇതിന്റെ വ്ളോഗൊക്കെ ഇട്ട് അടിപൊളിയാക്കും. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു അല്ലേ? തന്നെയല്ലേ? അതെത്ര വേണം? അതിനനുസരിച്ച് ഗൈസ് അങ്ങനെ ഉണ്ടല്ലോ. സമയം 6:45. 6:45 കഴിഞ്ഞിട്ടാണ് ഒരു ഓണത്തിന്റെ ഡ്രസ് പർച്ചേസിങ് കഴിഞ്ഞത്. അതെ, നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഇവിടെ നല്ല തിരക്കുണ്ട്. വൈശാട്ടന്റെ കയ്യിൽ നമ്മളുടെ ലഗേജ് കാര്യങ്ങളുണ്ട്. നമ്മുടെ കാറ് അവരാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ഇവിടെ. എനിക്കറിയില്ല ജയലക്ഷ്മിയിലാ തിരക്ക്. ഓ സോറി, വാലറ്റ് പാർക്കിങ്ങോ? സോറി, എനിക്കത് അറിയില്ലായിരുന്നു. ഇതാ ജയലക്ഷ്മിയിലാണ്. പക്ഷെ ഇവിടെയൊന്നും ആൾക്കാർ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു കല്യാണ പർച്ചേസിങ് മോസ്റ്റ്ലി ഇവര് തന്നെയായിരിക്കും. അപ്പൊ ദാ നമ്മുടെ കാറ് വന്നു. അവരെല്ലോ ചായക്കടയിൽ വന്നിട്ട് ഇനി ഒരു ചായ കുടിക്കാനുള്ള പദ്ധതിയിലാണ്. കാരണം ഞങ്ങൾക്ക് അതാ ബ്ലിങ്ക് ആവണ ലൈറ്റ് കിടുകിടുകിടുകിടുകിടുകിടുകിടുകിടുകിട് അങ്ങനെ. എന്താ സ്നാക്സ്? വട, മുട്ട ബജ്ജി. നിങ്ങൾക്കാ? മോശമായി പോയത് വേണ്ട. നമ്മൾക്ക് ഈ ലോങ് പോയിട്ട് വരുമ്പം ഈ 2-3 ചായ നിർത്തി കുടിക്കൽ പതിവാണ്. 8 മണിയായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ചായ സ്പോട്ടിൽ നിർത്തിയതാണ് ഗൈസ്. അപ്പൊ നമ്മളുടെ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ചായ കൂടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പതാ നമ്മളെ വീട്ടിലോട്ട് പോകാൻ പോണു. വൈശോട്ടാ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോണു, ഇല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. സോ അപ്പൊ നമ്മളുടെ ഈ ആദ്യത്തെ ഓണത്തിന്റെ എന്താണ് നമ്മൾ എടുത്ത അന്നത്തെ ഡ്രസ്സും പരിപാടിയൊക്കെ ആയിട്ട് ഓണ സെലിബ്രേഷൻ നമ്മളിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ബൈ.